കന്യാകുമാരിയിൽ രണ്ടാം ദിവസവും ധ്യാനത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജപമാലയുമേന്തി പ്രാർത്ഥനാ നിരതനായിരിക്കുകയും സൂര്യനെ നമസ്കരിക്കുകയും ചെയ്യുന്ന നരേന്ദ്രമോദിയുടെ ദൃശ്യങ്ങൾ ഇതിനകം പുറത്തു വന്നു കഴിഞ്ഞു. ധ്യാനം പൂർത്തിയാക്കി നാളെ ഉച്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി ദില്ലിയിലേക്ക് മടങ്ങും. 45 മണിക്കൂറിലേറെ നേരം മോദി സമ്പൂർണ്ണ ധ്യാനത്തിലായിരിക്കുമെന്ന് കരുതിയവർക്ക് തെറ്റി. കന്യാകുമാരിയിലെ സൂര്യോദയം ആസ്വദിച്ചും ബൈനോക്കുലർ വഴി കടൽ കാഴ്ചകൾ കണ്ടുമാണ് മോദി വിവേകാനന്ദ പാറയിൽ സമയം ചിലവഴിക്കുന്നത്. ഫോട്ടോഷൂട്ടും തകർത്തി. ധ്യാനത്തിനിടെ ഇടവേളകൾ ആസ്വദിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടിവിക്ക് ലഭിച്ചു. ധ്യാനത്തിനിടെ പ്രാർത്ഥനാനിരതനായിരിക്കുന്ന മോദിയുടെ ദൃശ്യങ്ങൾ അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ജപമാലയുമേന്തി ധ്യാനകേന്ദ്രത്തെ വലയം വയ്ക്കുകയും സൂര്യ നമസ്കാരം ചെയ്യുകയും ചെയ്യുന്നുണ്ട് പ്രധാനമന്ത്രി. വിവേകാനന്ദ പാറയിലേക്ക് സന്ദർശകർക്ക് നിരോധനമുണ്ടെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട നിരവധി ആളുകളെ ഇന്ന് ബോട്ടിൽ അവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. കനത്ത സുരക്ഷ തുടരുകയാണ് കന്യാകുമാരിയിൽ. നാളെ വൈകിട്ട് 3:30യോടെയാണ് പ്രധാനമന്ത്രി ധ്യാനം അവസാനിപ്പിച്ച് കന്യാകുമാരിയിൽ നിന്ന് മടങ്ങുക. കടൽ കടന്നെത്തി ധ്യാനമിരുന്ന സ്വാമി വിവേകാനന്ദനെ പോലെ ആത്മീയതയിലേക്ക് അലിഞ്ഞുചേരലല്ല വിമാനത്തിൽ പറന്നിറങ്ങിയ മോദിയുടെ ഈ ധ്യാന ലക്ഷ്യം. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ വോട്ടുറപ്പിക്കാൻ കന്യാകുമാരിയിൽ ഇരുന്ന് പണിയുന്ന പാലം കൂടിയാണ് മോദിയുടെ ഈ ധ്യാനം. കന്യാകുമാരിയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ അൽ അമീൻ ഇൻ റിപ്പോർട്ടർ. കന്യാകുമാരിയിൽ നിന്ന് അൽ അമീൻ തോട്ടുമുക്ക നമുക്കൊപ്പം ചേരുകയാണ് തത്സമയം. അൽ അമീൻ, ഗുഡ് ഈവനിംഗ്. കന്യാകുമാരിയിൽ നരേന്ദ്രമോദി ഒരു ഭാഗത്തെ ധ്യാനത്തിലിരിക്കുന്നു. ആ ധ്യാനം കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ മറുഭാഗത്ത് അൽ അമീനും ധ്യാനത്തിലിരിക്കുന്നു. നരേന്ദ്രമോദി, അൽ അമീൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ എന്ന് കരുതി വളരെ ശ്രദ്ധാപൂർവമാണ് ഇനിയുള്ള മണിക്കൂറുകൾ ചെലവഴിക്കുക എന്ന് തോന്നി. കാരണം പ്രത്യേകിച്ചും ആ ഒരു എൻഡ് P2C കേട്ടപ്പോൾ. സുജയ, നമ്മൾ രാവിലെ ഈ സൂര്യോദയം കാണുന്നതിന് വേണ്ടി രാവിലെ എഴുന്നേറ്റ് വന്നതായിരുന്നു. വന്ന് ഞാനും നമ്മുടെ ക്യാമറാമാൻ മനുവും അതുപോലെ തന്നെ ഡ്രൈവർ രാഹുലും ഒക്കെ ഈ സൂര്യോദയം കണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ പകർത്ത് നിൽക്കുമായിരുന്നു. അപ്പോഴാണ് ഈ വിവേകാനന്ദ സ്മാരകത്തിൻ്റെ ഒരു ഭാഗത്ത് മോദി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം. കാരണം വിദൂരതയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് രജിസ്റ്റർ ആവില്ല. നമ്മൾ ക്യാമറ സൂം ചെയ്ത് നോക്കുമ്പോൾ അദ്ദേഹം തന്നെയായിരുന്നു. ഒരു മൂലയ്ക്ക് നിന്ന് ഈ കിഴക്ക് ഭാഗത്തേക്ക് നോക്കി സൂര്യോദയം ആസ്വദിക്കുന്ന മോദിയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത്. നമ്മൾ ആ ദൃശ്യങ്ങൾ നൽകി, ഉടനീളം ദൃശ്യങ്ങൾ നൽകി. അദ്ദേഹം ബൈനോക്കുലർ വഴി കാഴ്ചകൾ കാണുന്ന ദൃശ്യങ്ങൾ നൽകി. പിന്നീട് ചില തമിഴ് മാധ്യമങ്ങളും അതുപോലെ അദ്ദേഹം ഈ പുറത്ത് കറങ്ങുന്ന ദൃശ്യങ്ങളൊക്കെ നൽകി. അപ്പോൾ അതിനുശേഷം ചെറിയൊരു പണി കൂടി കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള ലൈവുകൾ മാധ്യമപ്രവർത്തകർ നമ്മുടെ വിവേകാനന്ദ പാറയോ ഈ ധ്യാന കേന്ദ്രമോ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിൽ ലൈവ് കൊടുക്കാൻ പാടില്ല എന്ന് NSD ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസ് ഓഫീസർമാരും ശാഠ്യം പിടിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ട് ക്യാമറ പോസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് വെടിവെക്കുമെന്നുള്ള ഉത്തരവ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിരട്ടലൊക്കെ നടത്തിയപ്പോൾ മറ്റൊരു ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് ലൈവ് കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ്. ഏതായാലും അദ്ദേഹത്തിൻ്റെ ധ്യാനം തുടരുകയാണ്. ഇന്നലെ ആരംഭിച്ച ധ്യാനം നാളെ വൈകുന്നേരത്തോടു കൂടി അത് സമാപിക്കുകയും നാളെ അദ്ദേഹം കന്യാകുമാരി വിട്ട് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. നമുക്കറിയാം അദ്ദേഹം ധ്യാനം ഒരു ആത്മീയതയിലേക്ക് ലയിച്ചു ചേരുന്നതിന് വേണ്ടിയുള്ള ഒന്നാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ ധ്യാനം അതിനുവേണ്ടിയുള്ളതാണോ എന്നുള്ള ചോദ്യം ഈ ധ്യാനം തീരുമാനിച്ച് ഇവിടേക്ക് വരുമ്പോൾ തന്നെ പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിച്ച ഒരു രാഷ്ട്രീയ ആരോപണവും നേരെ വിവാദമല്ലെങ്കിൽ പോലും പ്രതിപക്ഷ കക്ഷികൾ അതിനെ ആയുധമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനെയൊക്കെ വകഞ്ഞു മാറ്റിക്കൊണ്ടാണ് പ്രധാനമന്ത്രി ഏതായാലും കന്യാകുമാരിയിലേക്ക് എത്തിയത്. അദ്ദേഹം ധ്യാനത്തിലേക്ക് മടങ്ങിയതും ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ വഴി പുറത്തു വന്ന ദൃശ്യങ്ങളും നമ്മൾ കണ്ടതാണ്. ധ്യാനനിരതനായി ജപമാലയുമേന്തി വിവേകാനന്ദ ധ്യാന കേന്ദ്രത്തെ വലയം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഭക്തിനിർഭരമായ നിമിഷങ്ങൾ. അതിനോടൊപ്പം തന്നെ ഈ പറയുന്നത് പോലെ കടൽ കാഴ്ചകളൊക്കെ നല്ല കാറ്റാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ പാറി പറന്നു പോകുന്ന, മാത്രമല്ല കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടി വന്നിട്ടുണ്ട്. ഇന്നും നാളെയും കന്യാകുമാരി തീരത്ത് 40 മുതൽ 55 കിലോമീറ്റർ വേഗതയിൽ വരെ കാറ്റ് ആഞ്ഞു വീശുമെന്നുള്ളത്. നല്ല കാറ്റ് ഇവിടെ ലഭിക്കുന്നുണ്ട്. ആ കാറ്റിലേക്ക് നല്ല വൈബിൽ തന്നെയാണ് മോദി അവിടെ ധ്യാനം കൂടുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും മോദി അദ്ദേഹത്തിൻ്റെ ആത്മീയതയും ഒപ്പം കാഴ്ചകൾ കണ്ട് ആസ്വദിച്ചും ആ ധ്യാനവുമായി മുന്നോട്ട് പോവുകയാണ്. സുജയ, നാളെ 3:30യോടുകൂടി അദ്ദേഹം ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങുകയും ചെയ്യും. ഓക്കെ, അൽ അമീൻ, കന്യാകുമാരിയിൽ തന്നെ തുടരുക. ഇതുപോലെയുള്ള അപൂർവ നിമിഷങ്ങൾ ഒരുപക്ഷെ ആദ്യം ഒപ്പിയെടുക്കാൻ നമ്മുടെ വാർത്താ സംഘത്തിന് കഴിയട്ടെ. അൽ അമീൻ്റെ ആ ഒരു ജാഗ്രത അത് അഭിനന്ദിക്കേണ്ടതാണ്. ആദ്യം ആ നരേന്ദ്രമോദി ആണ് എന്ന് മനസ്സിലാക്കിയ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റിനും ഒരു ഹാറ്റ്സ് ഓഫ്. മനു ബാലകൃഷ്ണനാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. മനു ഇന്ന് മോദിയുടെ പുറത്ത് കറങ്ങുന്ന ദൃശ്യങ്ങൾ പകർത്തി. നാളെ മറ്റൊരു ദൃശ്യം കൂടി നമുക്ക് പുറത്തുവിടാൻ പറ്റും. എല്ലാവരും കണ്ടിട്ടുള്ളതാണ് കന്യാകുമാരിയിലെ സൂര്യോദയവും സൂര്യാസ്തമയും ആ മനോഹരമായ കാഴ്ചകൾ, ദൃശ്യങ്ങൾ മനു പകർത്തിയിട്ടുണ്ട്. നാളെ നമുക്കത് പ്രേക്ഷകർ കണ്ടിട്ടുള്ളതാണെങ്കിലും നമ്മൾ കണ്ട ഒരു കാഴ്ച നാളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. മനുവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സൂര്യോദയം കാണാൻ പോയപ്പോഴാണ് അതാദ്യം പകർത്തി. അത് ഇന്ന് കാണിച്ചു. അപ്പോൾ ഇന്ന് നരേന്ദ്രമോദി കണ്ട ഇന്നത്തെ സൂര്യോദയം നാളെ കാണിക്കും. അതാണ് അൽ അമീൻ. താങ്ക് യു അൽ അമീൻ. നമുക്ക് അപ്പോൾ അതാണ് കഥ.